ഹായ് ഹലോ പ്രൈസ് ദി ലോർഡ്. വെൽക്കം ടു വർക്ക് വിത്ത് എബനേസർ മിനിസ്ട്രീസ്. ഒത്തിരി നാളത്തെ ബിസി സ്കെഡ്യൂളിന് ശേഷം ഇന്ന് ഫ്രണ്ട് ഓഫീസ് ടീമായിട്ട് ഞങ്ങളൊരു ടീം ബോണ്ടിങ്ങിന് പുറത്തു പോവുകയാണ്. ടുഡേ ഐ വിൽ ഇൻട്രൊഡ്യൂസ് യു ടു മൈ ടീം ആൻഡ് ദ ഫേമസ് റെസ്റ്റോറൻറ്റ് ഓൺ ദിസ് ഐലൻഡ്. എൻ്റെ ഇവിടുത്തെ സെക്കൻഡ് ടീം ബോണ്ടിങ് ആണിത്. ടീം ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ ദിവസങ്ങളുടെ കൺസേൺസ്, ഡിഫിക്കൽട്ടീസ്, പ്രോബ്ലംസ്, വിൻസ് ഇതെല്ലാം ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യും. വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഉള്ള ടീമായിട്ടുള്ള ഒരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോമാണ്. അതെനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ബിക്കോസ് ഞാൻ ഇതുവരെ എൻ്റെ കരിയറിൽ ഇങ്ങനെ ടീം ബോണ്ടിങ് പ്രത്യേകിച്ച് കേരളത്തിൽ കണ്ടിട്ടില്ല. സോ ഇത് ഇങ്ങനെ ഒരു ടീം ബോണ്ടിങ് മന്ത്ലി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പരസ്പരം അറിയാനും കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാനും കുറേ കൂടി ഫോക്കസ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഈ ഐലൻഡിലെ വൺ ഓഫ് ദ ഫേമസ് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇതൊരു സീ സൈഡ് റെസ്റ്റോറൻറ്റ് കംസ് റെസ്റ്റോ ബാർ ആണ്. മോസ്റ്റ്ലി ഇവിടെ വരുന്ന ഗസ്റ്റുകളെല്ലാം തന്നെ സീ ഫ്രണ്ട് ആയതുകൊണ്ട് ഡിന്നറിൻ്റെ കൂടെ തന്നെ ബീച്ച് കാണാനും ആ ഒരു ആംബിയൻസ് ഇഷ്ടപ്പെടുന്നവരാണ്. മോസ്റ്റ്ലി ഈ റെസ്റ്റോറൻറ്റ് എപ്പോഴും ബിസി ആയിരിക്കും. ഈ കാണുന്നതാണ് പിസ്സ ഷേക്ക്. ഇവിടെയാണ് പിസ്സ കൗണ്ടർ വരുന്നത്. കുറച്ച് ദൂരം നടന്നുള്ളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന സീറ്റ് കാണാൻ പറ്റൂ. ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്, സോറി റെസ്റ്റോറൻറ്റ് ഈസ് ഫുള്ളി ബുക്ക്. ഇതാണ് ഇവിടുത്തെ എപ്പോഴത്തെയും അവസ്ഥ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ക്വാളിറ്റി ഫുഡ് അറ്റ് ആൻ അഡോറബിൾ പ്രൈസ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി എല്ലാ ഗസ്റ്റും ഇങ്ങോട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. റിസർവേഷൻ ഇല്ലാതെ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ റിസർവേഷൻ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ റിസർവേഷൻ നോക്കി ടേബിൾ അലോക്കേറ്റ് ചെയ്തേക്കുന്നത് ഒരു കോർണറിലാണ്. എല്ലാവരും അവരവരുടെ സീറ്റ് പിടിക്കാനുള്ള വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോരുത്തർ പോകുന്നതൊക്കെ നോക്കി കണ്ട് പതിയെ വീഡിയോ ഒക്കെ പിടിച്ചു വരുമായിരുന്നു. എല്ലാവരും ധൃതിപ്പെട്ട് സീറ്റ് പിടിക്കാൻ പോയി. അപ്പോഴേക്കും വെയിറ്റ്രസ് വന്നിട്ട് മെനു പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ബ്രദർ മാഡെ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഇന്തോനേഷ്യൻ ബ്രദറാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് പുള്ളി. ഇനിയുള്ളത് ബ്രദർ പെസ്തോ ഫ്രം ഫിജി ആണ്. പുള്ളി ജോയിൻ ചെയ്തിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. ഇത് ജെയ്മി ഫ്രം ഫിലിപ്പീൻസ് ആൻഡ് ചെറി ഫ്രം സൗത്ത് ആഫ്രിക്ക ആൻഡ് ഗ്രേസ് ആൻഡ് നീൽ ഫ്രം ഫിലിപ്പീൻസ് ആസ് വെൽ. ഇതാണ് എൻ്റെ ടീം. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഓരോരുത്തർ പോസ് തരുവും ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തു. ബാക്ക് ടു പെസ്തോ ബ്രദർ. പുള്ളി എന്താണ് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ഹീ ഈസ് സോ ഡിഫറെൻറ്റ് ദാൻ അസ്. പുള്ളിക്കാരൻ്റെ റിയാക്ഷൻസ് ഒക്കെ ഭയങ്കര ക്യൂട്ടാണ്. പുള്ളി എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നുള്ള കാര്യം അറിയില്ല. അപ്പോഴേക്കും ഓർഡർ എല്ലാം കഴിഞ്ഞു. ഞാൻ ഓർഡർ ചെയ്ത പപ്പായ ബനാന സ്മൂത്തി വന്നു. ഞാൻ ഫ്രഷ് ജ്യൂസാണ് നോക്കിയത്, കിട്ടിയില്ല. അതുകൊണ്ട് സ്മൂത്തി പിടിച്ചു. ഓരോരുത്തരായിട്ട് ജ്യൂസ് തുടങ്ങി. അപ്പോഴേക്കും ബ്രദർ മാഡെ ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. ഓരോരുത്തർ ഫോണിൽ കളിക്കുന്നുണ്ട്, എടുത്ത ഫോട്ടോസ് ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യം ഓർഡർ ചെയ്തത് പിസ്സയാണ്. ഹവായിൻ പിസ്സ ആൻഡ് വെജിറ്റേറിയൻ പിസ്സ രണ്ടും വന്നു. ഓരോരുത്തരായിട്ട് അവരവരുടെ പിസ്സ കയ്യിലെടുത്ത് കഴിക്കാൻ തുടങ്ങി. കുറേ പേര് ഫോർക്കിൽ കഴിക്കാൻ തീരുമാനിച്ചു, കുറേ പേര് കയ്യിലെടുത്ത് കഴിക്കാൻ തീരുമാനിച്ചു. ഞാനും വിചാരിച്ചു കുറയ്ക്കണ്ട, ഫോർക്ക് തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ഫോർക്ക് കൊണ്ട് കുത്തി പിസ്സ കഴിക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിചാരിച്ചതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഗസ്റ്റ് കൂടുതലും ഇങ്ങോട്ടേക്ക് വരാനായിട്ട് താല്പര്യം കാണിക്കുന്നത്. കാരണം നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് കൂടുതൽ ഗുണമേന്മയുള്ള ഫുഡ്, അതാണ് പ്രത്യേകത. ഇത് ഗ്രേസ്, ഇതാണ് ഞങ്ങളുടെ സൂപ്പർവൈസർ, ദ ഹെഡ് ഓഫ് ദ ടീം. ഇത് ചെറീസ്. ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയതുപോലെ തന്നെ എല്ലാവർക്കും അവരവരുടെ ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഫോട്ടോ എടുക്കലാണ്, ബഹളമാണ്. ഓരോരുത്തരായിട്ട് ഫുഡ് എൻജോയ് ചെയ്ത് തുടങ്ങുവാണ്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഏറ്റവും ലാസ്റ്റ് ഫുഡ് വന്നത് എനിക്കാണ്. ഇഫ് യു സീ ദർ ഈസ് നോ ഫുഡ് ഫോർ മീ. എനിക്ക് വന്നിട്ടില്ല. ബ്രദർ മാഡെ ബർഗറാണ് ഓർഡർ ചെയ്തത്. അത് ഒരു വല്ലാത്ത റോങ് ആയിട്ടുള്ള ചോയ്സ് ആയിപ്പോയി. പുള്ളി അത് കഴിച്ചില്ല. ഇത് ഞാൻ പിസ്സ കഴിച്ചിട്ട് ബാക്കി വച്ചിരിക്കുന്ന ഭാഗമാണ്. എല്ലാവരും കഴിച്ച് തുടങ്ങി. മെയിൻ കോഴ്സ് വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും ഞങ്ങളുടെ ഒരു ലേറ്റ് കമ്മർ എത്തിയിട്ടുണ്ട്, സിസ്റ്റർ ഫ്ലോറ. പുള്ളിക്കാരി വരാൻ കുറച്ച് ലേറ്റായി. ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരുടെയും ഫുഡ് വന്നതിന് ശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചു.
അപ്പോൾ ഞാനാണ് ടീമിന് വേണ്ടി പ്രാർത്ഥിച്ചത്. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. ഫൈനലി എൻ്റെ ഫുഡ് എത്തി. നാസി കൊറിയൻ, ഇതൊരു ഇന്തോനേഷ്യൻ ഫേമസ് ഫുഡാണ് വിത്ത് പ്രോൺസ്. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഇത് മസിൽസാണ്, ചിപ്പി. സീ ഫുഡ് പാസ്തയെന്ന് ജെനിഫർ ദീദിയുടെ അടുത്തുനിന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. വിചാരിച്ചതുപോലെയല്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാനിതുവരെ എൻ്റെ റൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ റൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫുൾ ഓഫ് പ്രോൺസ് ആണ്. നോർമലി എനിക്ക് സീ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നാസി കൊറിയൻ വിത്ത് പ്രോൺസ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഡിന്നർ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഓരോരുത്തരായിട്ട് ഇറങ്ങി തുടങ്ങി. ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്ത് ഞാനും പിന്നാലെ നടക്കാൻ തുടങ്ങി. കർത്താവ് എത്ര നല്ലവനാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ വിശ്വസ്തത എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വൈകുന്നേരം കൂടി കർത്താവ് എൻ്റെ ജീവിതത്തിൽ തന്നു. ആ വലിയ കൃപയ്ക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇനി വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു.